സത്യമറിയാതെ ഈ ലോകത്തിൽ നിന്ന് ആരും കടന്നു പോകരുത്. അമീബയിലൂടെയാണ് കുഞ്ഞിന് ജന്മം നൽകിയതെന്ന് ശാസ്ത്രലോകം പറയുമ്പോൾ ഈ അമീബ ഒത്തിരി കഷ്ടപ്പെട്ട് കാണും ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കാനായിട്ട്. ഒറ്റകോശ ജീവിയാണ് അമീബ. വായ പോലുമില്ല അമീബയ്ക്ക്. എന്നിട്ടും ഈ കുഞ്ഞിനെ താരാട്ട് പാട്ടാനും ഈ കുഞ്ഞിന് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാനും ഒത്തിരി ബുദ്ധിമുട്ടി കാണും. കളിപ്പിക്കാനൊക്കെ അമീബയുടെ ഭർത്താവും കൂടെ ഉണ്ടാവും. ശാസ്ത്രത്തിന് അപാര കഴിവാണ്. അതൊന്ന് തിരുത്തി പറയാനായിട്ട് ഈ നൂറ്റാണ്ടിലെങ്കിലും സാധിച്ചില്ലെങ്കിൽ വലിയ പരാജയമാണ്. ഇപ്പോഴും പല സെലിബ്രിറ്റികളും ഈ വിശ്വാസത്താൽ മരണപ്പെട്ടു പോകുന്നുണ്ട്. തൻ്റെ ജന്മം തൻ്റെ പൂർവികരെ കുറിച്ച് കുരങ്ങനിൽ നിന്നാണ് എന്ന് പറയുമ്പോൾ അപാരം തന്നെ, അപാരം. ഈ കുരങ്ങൻ എങ്ങനെ ഉണ്ടായി? അങ്ങനെ പരിണാമം സംഭവിച്ച് ഈ അമീബയിലാണ് ചെന്ന് അവസാനിക്കുന്നത്. അവസാനം സഹിക്കാനായിട്ട് പറ്റുന്നില്ല. യഥാർത്ഥ സത്യം അറിയാതെ ഈ ലോകത്തിൽ നിന്ന് വിട വാങ്ങാനിരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ഒരു മനുഷ്യനെ ഇങ്ങനെ പരിചയപ്പെടാനിടയായി. വാർദ്ധക്യത്തിലാണ്, അവസാന നാളുകളാണ്, വിദ്യാസമ്പന്നനാണ്. ആ പുള്ളി ഇങ്ങനെ എന്നോട് സംസാരിക്കുകയാണ്, അമീബയിലൂടെയാണ് ഈ ലോകത്ത് ജീവനുണ്ടായതെന്ന്. അവസാന ശ്വാസം വലിക്കാനായിട്ട് ശ്വാസം വിട്ടുള്ള ഒരു വ്യക്തിയാണ്, വിദ്യാസമ്പന്നനാണ്. ആ മനുഷ്യൻ്റെ ഉള്ളിൽ ഇങ്ങനെ അമീബയാണ്. ഏതാണ് സത്യമെന്ന് തിരിച്ചറിയാതെ ഈ 80 വർഷം ജീവിച്ച് മടങ്ങാനായിട്ട് അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചോ ഒരു ചിന്തയില്ലാതെ ജീവിതം പാഴാകുന്ന വ്യക്തികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും.